ധർമ്മടം മണ്ഡലത്തിൽ പിണറായി വിജയനെ നേരിടാൻ UDF ഇറക്കിയിരിക്കുന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായ VP അബ്ദുൾ റഷീദിനെയാണ്. കഴിഞ്ഞ തവണ തളിപ്പറമ്പിൽ MV ഗോവിന്ദന്റെ ഭൂരിപക്ഷം പകുതിയായി കുറച്ച് ആത്മവിശ്വാസത്തിലാണ് ഇടത് കോട്ടയായ ധർമ്മടത്തും റഷീദ് മത്സരിക്കാൻ വരുന്നത്. മുഖ്യമന്ത്രിയെ നേരിടാൻ ഇത്തവണ കോൺഗ്രസ് ഇറക്കിയിരിക്കുന്നത് യുവരക്തമായിട്ടുള്ള VP അബ്ദുൾ റഷീദിനെയാണ്. കോൺഗ്രസ് രക്തസാക്ഷികളുടെ സ്മാരകങ്ങളിൽ പുഷ്പാർച്ചന നടത്തി അദ്ദേഹം പ്രചരണത്തിൽ സജീവമായി കഴിഞ്ഞു. റഷീദ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. കഴിഞ്ഞ തവണ തളിപ്പറമ്പിലായിരുന്നു മത്സരം, അവിടെ MV ഗോവിന്ദനെ വിറപ്പിച്ച് ഇത്തവണ ധർമ്മടത്തേക്ക് മാറി. എങ്ങനെയുണ്ട് ആളുകളുടെ ഒരു പ്രതികരണം? കോട്ടകൾ തകർത്തെറിയാനുള്ള ഉത്തരവാദിത്തമാണ്. തീർച്ചയായും ഇതൊരു കോട്ടയല്ല. കാരണം ധർമ്മട നിയമസഭാ നിയോജക മണ്ഡലത്തിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേവലം ഒരു 3000 വോട്ടിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. സ്വാഭാവികമായും കേരളം കാത്തിരിക്കുന്നത് ഇതൊരു ഇപ്പം അവർ പറയാണ് LDFന്റെ ക്യാപ്റ്റനാണ് പിണറായി വിജയൻ എന്നാണ്. ഞങ്ങളും പറയുന്നത് അതാണ്. ആ ക്യാപ്റ്റനെ ക്ലീൻ ബൗൾഡാക്കിയിട്ട് ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ വിജയിക്കും. ടീം UDF വിജയിച്ച് UDFന്റെ ഒരു മുഖ്യമന്ത്രി വരുമ്പോൾ ഇപ്പുറത്തെ ക്യാപ്റ്റനെ ഞങ്ങൾ ക്ലീൻ ബൗൾഡാക്കും. ആ ഉത്തരവാദിത്തമാണ് മുന്നണിയുടെ പ്രവർത്തകരോടൊപ്പം ചേർന്ന് ഞാൻ നിർവഹിക്കാൻ പോകുന്നത്. ധർമ്മടത്ത് ആദ്യമായി ഒരു കോൺഗ്രസ് UDF MLA ഉണ്ടാകും. ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്ന് ഇടതുപക്ഷ മുഖ്യമന്ത്രി പരാജയപ്പെടുന്നത്, ശ്രീ പിണറായി വിജയൻ പരാജയപ്പെടുന്ന ഒരു ചരിത്രം കൂടി ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എഴുതി ചേർക്കപ്പെടും. ഞാൻ രക്തസാക്ഷി കുടീരങ്ങൾ, ഇവിടെ ഒരു ഡസനോളം വരുന്ന രക്തസാക്ഷികളുണ്ട്, മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും. അവരുടെ രക്തസാക്ഷി കുടീരങ്ങൾ സന്ദർശിക്കുകയാണ്. ഞങ്ങൾ രക്തസാക്ഷികളെ ഓർമ്മിച്ചുകൊണ്ടാണ് ഇറങ്ങുന്നത്. അപ്പുറത്തോ രക്തസാക്ഷികളുടെ വിറ്റവരെ, രക്തസാക്ഷികളുടെ ഓർമ്മകൾ പോലും വിറ്റവരെ, ഫണ്ട് അടിച്ചു മാറ്റിയവരെ കൂട്ടിയിട്ടാണ് പിണറായി വിജയൻ മത്സരിക്കുന്നത്. പയ്യന്നൂരിലുൾപ്പെടെ അവർക്ക് അംഗീകാരം നൽകുകയാണ്. അപ്പോൾ അത് ജനം തിരിച്ചറിയും. ഒരു തർക്കമില്ല, പിണറായി വിജയൻ ധർമ്മടത്ത് തോൽക്കും. UDFന്റെ MLA ആയി ഇവരുടെ പിന്തുണയോടുകൂടി കേരളത്തിന്റെ നിയമസഭയിലേക്ക് ഈ ഉള്ളവൻ കടന്നു പോകും. കഴിഞ്ഞ തവണ MV ഗോവിന്ദനെ വിറപ്പിച്ചിരുന്നു, ഭൂരിപക്ഷം വല്ലാത്ത രീതിയിൽ കുറപ്പിച്ചു. അതിനുശേഷം അവിടെ കേന്ദ്രീകരിച്ചായിരുന്നു റഷീദ് പ്രവർത്തിച്ചിരുന്നത്. ഇത്തവണ സ്ഥാനാർത്ഥിത്വം മറ്റൊരു മണ്ഡലത്തിലേക്കായത് ഒരു പോരായ്മ ഉണ്ടോ? അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ? ഒരിക്കലുമില്ല. ഞാൻ മത്സരിച്ചു ഇതുപോലെ ഒരു 1,00,000-ഓളം 40,000-ലധികം വോട്ടായിരുന്നു ജെയിംസ് മാത്യുവിന്റെ ഭൂരിപക്ഷം. ആ സമയത്താണ് KSU വൈസ് പ്രസിഡന്റ് ആയിരിക്കെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്ന എന്നെ പാർട്ടി മുന്നണി ചുമതല ഏൽപ്പിക്കുന്നത്. 1,00,000-ഓളം വോട്ട് വർദ്ധിപ്പിച്ചു. അവിടെ എൻ്റെ രക്തബന്ധവും കുടുംബബന്ധവും അതിനേക്കാൾ വ്യക്തിബന്ധങ്ങളും. ഞാൻ പറഞ്ഞു 7 വർഷക്കാലത്തോളം ഇവിടെ പഠിക്കുമ്പോൾ അതിനുശേഷവും ഈ സംഘടനാ പ്രവർത്തനത്തിൽ നിരന്തരം ഓടി നടന്നൊരു പ്രദേശമാണ്. എല്ലാവരും അറിയാം, നേരിട്ടറിയാം. ഫേസ് ടു ഫേസ് പ്രവർത്തകർ ഉൾപ്പെടെ പേരെടുത്ത് വിളിക്കാനുള്ള ബന്ധമുണ്ട്. ഞാൻ എത്രയോ വർഷം മുമ്പ് ബാലസംഘടനാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വന്ന മണ്ണാണ്, കോട്ടത്തിൻ്റെ മണ്ണ്. അന്ന് പിന്തുണച്ച ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ വലിയ ആഹ്ലാദത്തിലാണ്, സന്തോഷത്തിലാണ്. പാർട്ടി അങ്ങനെ ഒരു തീരുമാനമെടുത്തു, തളിപ്പറമ്പിൽ നിന്ന് മാറി മത്സരിക്കാൻ. നിലവിലെ രാഷ്ട്രീയ കാരണം CPM തകരുകയാണ് ജില്ലയിൽ. അതിലിനി ആത്മാഭിമാനമുള്ള ഒരാൾക്ക് നിൽക്കാൻ കഴിയില്ല. ഈ ഒരു CPM കഴിഞ്ഞ ദിവസം വരെ CPM-മായി ചേർന്ന് നിന്ന ഒരാളെയാണ് UDF അവിടെ പിന്തുണയ്ക്കാൻ പോകുന്നത്, അവിടെയും പയ്യന്നൂരിൽ. അപ്പോൾ അതിൽ എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അണികൾക്ക് അതിലൊരു പ്രശ്നമൊന്നുമില്ലേ? ലോക മലയാളികൾ ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്, ലോകത്തെ മലയാളികൾ ഇത്രയും ആകാംക്ഷയോടുകൂടി കണ്ടൊരു തെരഞ്ഞെടുപ്പ് ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിലുണ്ട്. കാരണം പിണറായി വിജയൻ തോക്കണം, UDFന്റെ 140 സ്ഥാനാർത്ഥികളും ജയിക്കണം. ജയത്തിൽ കുറഞ്ഞൊന്നും UDFന്റെ നേതൃത്വവും കോൺഗ്രസ് നേതൃത്വവും ചിന്തിക്കുന്നില്ല. പാർട്ടി കോട്ട വിറപ്പിച്ച ചരിത്രമുണ്ട് റഷീദിന്. ഇത്തവണ ധർമ്മടത്തും അത് ആവർത്തിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ ഒരു കോൺഫിഡൻസ്. എന്തായാലും പ്രചരണം തുടരുകയാണ്, ശക്തമായ പ്രചരണം തുടരുകയാണ്. പിണറായി വിജയനെ തോൽപ്പിക്കുമെന്നുള്ളൊരു ആത്മവിശ്വാസമാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. കണ്ണൂരിൽ നിന്നും രജീഷ് കരിവള്ളൂരിനൊപ്പം അജീഷ് കുമാർ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.